16 അടിയന്തരം 16ാമത്തെ ദിവസമാണ്. ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പം തന്നെ ഫോൺ കാലിഫോർണിയയിൽ വരുന്നു. ഓ, അമ്മച്ചി വിളിച്ചുവല്ലേ, advancing just a package in the God markets a mobile mortuary capital can just fly and do all the 6 and go. അതായത് ഞാൻ ഫ്ലൈ ചെയ്ത് വരുന്നു, മറ്റന്നാൾ തന്നെ തിരിച്ചു പോകണം. അമ്മച്ചിയെ പാക്ക് ചെയ്ത് വെച്ചേക്കാൻ. 16 മക്കള് ഈ കോൾഗേറ്റ് മറ്റേ പേസ്റ്റ് പോലെ ചിക് നടിച്ച സ്ത്രീയാണ് അവര്. ഇന്നത്തെ പോലെ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്ത കാലം, ആശുപത്രികൾ ഇല്ലാത്ത കാലം. നല്ല ഉരുക്ക് പോലത്തെ, കാരണം 7 അടി പൊക്കമുള്ള നല്ല അമണ്ടന്മാരായ 5-8 ആണുങ്ങളും അതുപോലെ തന്നെ കേറിയ കുറെ പെണ്ണുങ്ങളും, നല്ല അസൽ. അങ്ങനെ 14 എണ്ണത്തിന് ഈ പറഞ്ഞ പോലെ പേസ്റ്റ് ട്യൂബിൽ നിന്ന് പേസ്റ്റ് പോണ പോലെ ചക് 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 എന്ന് വിട്ടിട്ടും ഇന്നും തോട്ടുപുളിയിട്ട് മീൻകറി ഉണ്ടാക്കി ചട്ടിയിലും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വെച്ചു കൊടുക്കുന്ന 85 വയസ്സാരികളായ അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ ഒക്കെ പറയാം, അതമ്മച്ച കിടക്കുന്ന നേരം അമ്മച്ചി, അവന്റെ മൂത്ത മരുമകൾ അതൊക്കെ വയ്യ, സുഖമില്ല, കിടക്കുക. അങ്ങനെ കുറെ എണ്ണം അവിടെ കിടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ ഈ അമ്മച്ചോടേക്ക് വേണ്ടി ബഹളമാണ്. അമ്മച്ചി എപ്പോഴാണ്, ഞാനും എന്റെ കെട്ടിയൊന്നും കൂടി അന്ന് വന്നതാ, 50 വർഷത്തിന് മുമ്പ് വന്നു, അതിനുമുമ്പ് എന്റെ അപ്പൻ അമ്മയാണ് ഇവിടെ ഉണ്ടാക്കുക. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര ഏക്കറുണ്ട്? 14 ഏക്കറേ ഉള്ളേ. 14 ഏക്കർ റബ്ബർ എന്ന അമ്മച്ചിക്ക്. ഈ അമ്മച്ചി മരിക്കുമ്പോഴാണ് മൊബൈൽ അതൊരു മതവിഭാഗം. ഇനി ഹിന്ദുമത വിഭാഗം. അമ്മയുടെ അസ്ഥി എന്ത് വേട്? മൂത്തചേട്ടൻ അനിയനെ എന്ന് വിളിക്കുകയാണ്. അനിയൻ ഇവിടെ, അനിയൻ വന്നു ദുബായിൽ. എന്നാ കേട്ടോ അമ്മച്ചി എന്ന് പറഞ്ഞ, അമ്മച്ചി വയസ്സായി. അത് പുറപ്പില്ല, എനിക്കറിയാം അമ്മച്ചി വയസ്സായി, നീ പറയണ എന്റെ അടുത്ത്. അമ്മച്ചിയുടെ അസ്ഥി എന്ത്? അതിപ്പോ 5-ാം ദിവസം. 5-ാം ദിവസം ഒക്കത്തിലുള്ളത്. 5-ാം ദിവസം ഒഴുക്കാതെ ഇന്നുകൊണ്ട് ഒഴുക്ക്. അല്ല, ഞാൻ രാത്രിയിലെ ഒഴുക്കി, കാരണം രാവിലത്തെ പ്ലെയിൻ എനിക്ക് ദുബായിക്ക് പോകണം. ഞാൻ രാത്രിയിലെ ഒഴുക്കി. എന്നാ അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പച്ചന്റെ കാര്യം, അപ്പച്ചനിപ്പോ നമുക്കൊന്നും വരാൻ പറ്റത്തില്ല. അതിപ്പോ അടുത്ത വീട്ടിലെ ഗോകുല പള്ളിയോട് പറഞ്ഞു, മരിച്ചാൽ പറഞ്ഞ അട്ടിയും കൊണ്ട് ഒഴിച്ചേക്കാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ്. ടൈമല്ല എന്ന പ്രശ്നം. നമുക്ക് ടൈമാണ് വലുത്. ടൈമാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. ടൈമിനനുസരിച്ച് നമ്മൾ പോകണം. അങ്ങനെ ആരാധനകളിൽ മാറ്റം, ആചാരങ്ങളിൽ മാറ്റം, എന്നാൽ പാഷനിലോ ഒരു മാറ്റവും ഇല്ല. ഇനി ഒറ്റ സ്ഥാനം കൂടെ ഒന്ന് തുറന്ന് കാണിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓപ്പണാണിപ്പോ. ഒരു ദൃശ്യമാധ്യമം, ഒരു TV സീരിയൽ കണ്ടു, ഒരു കർച്ചീഫ് മടക്കി ഒരു നല്ല പെങ്കൊച്ചു പ്രയാങ്ക പോലെ മടക്കി അവിടെ ഒട്ടിച്ചു വെച്ചേക്കുക. കൂട്ടത്തിലെന്തോ മുട്ടിന് താഴെ ഇങ്ങനെ വെച്ചിട്ട് സ്ത്രീ സമത്വത്തെ പറ്റി പറയാം. എന്നാൽ ഈ പുരുഷന്മാര് അവരുടെ കണ്ണൊക്കെ എവിടാന്നറിയാം. ഇവിടെ പൊക്കളിങ്ങനെ മറ്റേ അപ്പക്കാരെ പൊക്കളുകളുണ്ട്. അത് ഈ TVയില് ഡയറി കാണിച്ച്, എന്നിട്ട് നമ്മളെ പോലെയുള്ളവന്മാരെ അവിടെ നോക്കിയെന്ന്, അവിടെ അല്ലാതെ പിന്നെ ഏത് കോപ്പില് നോക്കാൻ. എന്നിട്ട് സമത്വത്തെ പറ്റി പറയാം. നമുക്ക് അന്തസ്സായ ഡ്രസ്സുണ്ട്, സാരി. അങ്ങനെ സാരി കൊടുത്താൽ പൊക്കി കാണാൻ പറ്റത്തില്ല, ഉറപ്പാ. അതൊക്കെ ധരിക്കാതെ ഫാഷൻ നോക്കി അമേരിക്കക്കാരന്റെ, ഇംഗ്ലണ്ടുകാരന്റെ അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്, അവിടുത്തെ വസ്ത്രങ്ങൾ അങ്ങനെയാണ്, അവിടുത്തെ കാലാവസ്ഥയുടെ രീതി അങ്ങനെയാണ്. അവിടെ നമുക്കതല്ല. അപ്പൊ വൃത്തിയായി അന്തസ്സായി വസ്ത്രങ്ങൾ ധരിച്ച ശേഷം അങ്ങനെ ഒരു അപകടം കൊണ്ടാൽ ഇപ്പൊ പുരുഷന്മാരുടെ ദിവസമാണ് ഡെയിലിയുക. ഞാനും ഒരു വ്യക്തിമാണ്, അതുകൊണ്ടായി പറയണത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇന്നിപ്പോ ക്ലോണിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ഹനിയന്മാരെ, നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല എന്നുള്ള, നമ്മളിങ്ങനെ വെറുതെ നടക്കുക, ഇങ്ങനെ ബാൻഡേജ് അട്ടോട്ട് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള അങ്ങനെ ഒരു കാലവും നമുക്ക് വരാം. നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിദേശീയരുടെ സംസ്കാരം വേണം. 100% അവരുടെ ഭാഷ, അവരുടെ പെരുമാറ്റ രീതി, പെരുമാറ്റ എറ്റിക്കേറ്റ്സ്. ഏത് കാര്യം ചെയ്താലും ഒരു താങ്ക്സ് പറയും. നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ താങ്ക് യു വെരി മച്ച്. അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ആളുകൂടി നിൽക്കുന്നതോ അവരെത്തി നോക്കാറില്ല. വിളിച്ചാലല്ലാതെ അവർ സഹകരിക്കാറില്ല. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാലേ അവർ വരുള്ളൂ. നമുക്കിതെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അവരുടെ ബിൽഡിംഗ് ടെക്നോളജിക്ക് ആവശ്യമാണ്, അവരുടെ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് ആവശ്യമാണ്, അവരുടെ മെഡിക്കൽ സയൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ വസ്ത്രധാരണ രീതികളിൽ നമ്മളിൽ നിന്നും മാറുവാൻ പാടില്ല. ഇത്രയും അന്തസ്സുള്ള കുലീനമായ ഒരു വസ്ത്രധാരണം കേരളീയരെ പോലെ, ഇന്ത്യക്കാരെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അത് ബോധപൂർവ്വം നമ്മൾ മറക്കുന്നു എന്നുള്ള. എന്നിട്ട് അത് വലിയ ക്രെഡിറ്റ്. ഞാൻ ദുബായ്
ചെന്നപ്പോ, കാരണം നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ചീത്ത കാര്യങ്ങളും പറയണമല്ലോ, അതിനുവേണ്ടി പറഞ്ഞ ദുബായി ചെന്നപ്പോ വളരെ സമ്പന്നമായിരുന്നു. ദുബായിലുള്ള സഹോദരന്മാർ ഇരിപ്പുണ്ട്. സമ്പന്നമായ ഒരു ഫാമിലി. ആ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും ഒക്കെ തിന്ന് ഓരോ തൊട സ്മിതയെ പോലെ ഉണ്ട് ചെക്കന്മാരുടെ. സത്യം ഞാൻ പറയാണ്. ഞാനും രണ്ട് പിള്ളേരുടെ തൊണ്ടയാണ് ഞാൻ. നമ്മുടെ രീതി വിട്ടിട്ട് ഓവർ വെയിറ്റിട്ട് കുട്ടികൾക്കൊക്കെ അമിത ഭാരമാണ്. സ്ഥിരം AC റൂമിൽ കഴിയും. എന്റെ ആരോഗ്യത്തിന് എന്ത് ഹാനികരമാണെന്നറിയാം. അവരൊന്ന് കളിക്കാൻ വിടുകയോ പാർക്കി വിടുകയോ ഒന്നുമില്ലാതെ ഹ്യൂജ് മാസ് ഓഫ് ഫ്ലഷ്. ഇംഗ്ലീഷ് മാത്രമേ പറയൂ, മലയാളം. എന്നിട്ട് ആ തണ്ടം എന്നോട് പറയുകയാണ്, ഞാൻ മലയാള നടനാണ്, ജഗതി മൈ സൺ ഈസ് 110. No, he don't know Malayalam. He doesn't speak Malayalam. Always English in the house, English and Arab in the school and Arab in the house. ഈ മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിൽ ഒരു തന്ത. എന്തൊരു മ്ലേച്ഛമാണ് ഈ അവസ്ഥ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ 10-15 കുടുംബങ്ങൾ ചേർന്ന് അവരൊരു സംഘമുണ്ടാക്കി. മലയാളികളുടെ കുടുംബങ്ങൾ, അവിടുത്തെ വീട്ടമ്മമാർ ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ആ ആ ഈ അമ്മ അണ ആന എന്നൊക്കെ പഠിപ്പിച്ചു. കാരണം ഈ കുട്ടികളൊക്കെ വളർന്ന് നാളെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഷയെ മറന്നു പോകുന്നുള്ളതാണ്. അപ്പോഴാണ് ഓർക്കുന്നത്, ഉണ്ണി മറക്കായിക ഒരമ്മ തൻ നെഞ്ചിൽ നിന്നുണ്ട് അമൃതത്തെ ഒരിക്കലും. പെറ്റമ്മയുടെ നെഞ്ചിൽ നിന്നും മാർദ്ദത്തിൽ നിന്നും കുടിച്ച പാലിന്റെ മാധുര്യം, അതാണ് നമ്മുടെ ബേസ്. അത് എത്ര വർഷത്തോളം നമ്മൾ കുടിക്കുന്നു അത്രത്തോളം ആരോഗ്യവാന്മാരാണെന്നുള്ളതാണ്. ഞാനൊക്കെ 5 വർഷം വരെ പാൽ കുടിച്ചതാണ് എന്റെ അമ്മ പറയുന്നത്. 5 വർഷം കൊണ്ട് ഈ പോക്കർത്തരമാണ് എന്റെ എങ്കിൽ ഞാനൊരു 10 വർഷം അമ്മയുടെ മോലെ കടിച്ചു നാന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ജയിലിലായേനെ എന്നുള്ള. അതുകൊണ്ട് നമ്മുടെ വീര്യം എന്ന് പറഞ്ഞാൽ മുലപ്പാലും, നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളവും. അതുപോലെ എവിടെ ഇരുന്നാലും നിങ്ങൾ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും എത്ര ധനവാന്മാരായിക്കോട്ടെ, എങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ കേരളത്തിൽ വരിക, കേരളീയ തനിമ സൂക്ഷിക്കുക, കേരളത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള സഹോദരന്മാരെ വല്ലപ്പോഴെങ്കിലും വിളിച്ച് കാണുക. ഈ പറഞ്ഞ പോലെ അറിയില്ലായ്മ പറഞ്ഞിരിക്കും, എങ്കിലും ദീർഘമായിരിക്കുന്നു ഇപ്പോൾ സമയം. എങ്കിലും എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ പറഞ്ഞ പോലെ ഈ സായാഹ്നം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവയുടെ ജേതാക്കൾക്കും എന്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.